നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരമേനോനെന്ന് മാത്രമേ ഉള്ളോ അതോ സർനെയിം വല്ലതും? യെസ് സർ, ശേഖർ. ഓഹോ, എന്റെ അമ്മയെ കൊന്നവന്റെ പോളിസി മെച്ചോർഡായ വിവരം പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? മനസ്സിലായില്ല സർ. എടോ, നിങ്ങൾ ഈ പറഞ്ഞ ശേഖർ, മിസ്റ്റർ ശേഖര മേനോൻ, ഈ 1 കോടി രൂപയുടെ അവകാശി, അയാള് ആ ദുഷ്ടന എന്റെ അമ്മയെ കൊന്നത്. അവനുള്ള പാരിതോഷികമാണോ ഈ 1 കോടി രൂപ? വിശാൽ സാറിന്റെ അമ്മേ, ഗായത്രി അമ്മയെ കൊന്ന ആളാണോ ശേഖരൻ? പറയൂ വിശാൽ സാർ, അയാളാണോ ഗായത്രി അമ്മയെ കൊന്നത്? അയാൾ എന്തിനാ ഗായത്രി അമ്മയെ കൊന്നത്? നിനക്കൊരു തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം. ആരാ ഈ ശേഖർ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അതെ പാർവതി, അദ്ദേഹത്തെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അതെന്റെ ആഗ്രഹം മാത്രമല്ല, നിന്റെ ആവശ്യം കൂടിയാ. ആരാ ഈ ശേഖർ? അദ്ദേഹം ഇപ്പൊ എവിടെയുള്ളത്? അതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, ഉദയന്നൂരമ്മയാ. അതിങ്ങ് തരൂ. ഇതാ വേണം. ഗാർഗി, ദേ ഈ കടലാസുകളിലൊക്കെ എന്തൊക്കെ എഴുതിയിരിക്കുന്നെന്ന് നീ ഒന്ന് വായിക്ക. അവന്റെ ഒരു പോളിസി. ബ്രോ, ഇയാൾക്കും പോവാം. സർ, സാർ എന്തിനാ ഡോക്യുമെന്റ്സ് വലിച്ചേറി കളഞ്ഞത്? That's none of your business. ഇയാളോട് പോകാനല്ലേ പറഞ്ഞത്? പോവാൻ. ഇനി ശേഖരന്റെ പേര് പറഞ്ഞ് ഒരാളും ഈ പടി ചവിട്ടി പോരുത്. ശേഖര മേനോൻ, അവൻ എന്റെ കൈ കിട്ടിയാലേ വെട്ടി അരിഞ്ഞ. സ്വന്തം ജീവൻ എടുത്തവന്റെ കുടുംബത്തിന് പോലും കരുണ കാട്ടിയ ആ വലിയ മനസ്സ് എന്റെ വിഷമം കാണുന്നില്ലേ? അമ്മ എന്താ എന്റെ നോവ് കാണാത്തെ? അങ്ങനെയാ ഞാൻ കാണുന്നത്. എന്റെ ഉള്ളമ്മ കണ്ടിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം അമ്മ നിറവേറ്റി തന്നേനെ. എനിക്കമ്മ ദർശനം തന്നേനെ. അമ്മ എന്തുകൊണ്ടാ എനിക്ക് ദർശനം തരാതിരുന്നത്? വിശാൽ, അതിന് കാരണം വിശാലിന് ഇതുവരെ മനസ്സിലായില്ലേ? ഗായത്രിയമ്മ വിശാലിന് ദർശനം നൽകാത്തതേ വെറുതെ ഒന്നുമല്ല. അതിന് കാരണക്കാരി പാർവതിയാ. അവള് കാരണമാണ് ഗായത്രിയമ്മയെ കാണാനുള്ള ഭാഗ്യം വിശാലിന് ലഭിക്കാതെ പോകുന്നത്. ജാസ്മിൻ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അനാവശ്യമായിട്ട് നീ എന്റെ ഭാര്യയെ പാർവതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. വിശാലിന് ഇത്രയ്ക്കായിട്ടും അവള് മനസ്സിലാവുന്നില്ലല്ലോ. അവള് നീ കരുതുന്നത് പോലെ പഞ്ചപാവോ ശീലാവതിയോ ഒന്നും അല്ല. അവൾ ഈ കുടുംബം കുളന്തോണ്ടാൻ വന്ന അവൾ ഇവിടെ മുച്ചൂട് മുടിക്കും.
നീ നോക്കിക്കോ. ദേ ജാസ്മിൻ, ഇനി നീ പാർവതിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോരുത്. അവളെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? ദേ, എല്ലില്ലാത്ത നാവുണ്ടേ ഇനി പാർവതിയെ പറ്റി ദുഷിച്ച വർത്താനം പറഞ്ഞാലേ എന്റെ തനി സ്വഭാവം നീ അറിയും. ഞാൻ നല്ലത് പറഞ്ഞിട്ട് നിന്റെ ചെവി കേറുന്നില്ലെങ്കിൽ ഞാനിനി എന്ത് പറയാനാ? വിശാൽ, പാർവതി എന്തെങ്കിലും പറയുമ്പോ എന്നെ നേർക്ക് ചാടിത്തുള്ളാൻ നിൽക്കാതെ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേക്ക്. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. നീ എന്തിനാ ഇവിടെ കയറി കൂടിയിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജാസ്മിൻ. വിശാൽ, ജാസ്മിനൊരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതേത് വിധേനയും നിറവേറ്റിയിരിക്കും. അതെ, നിന്റെ മിഥ്യാധാരണ മാത്രമാണ് ജാസ്മിൻ, വെറും പാഴ്ക്കിനാവ്. അതെ, ശൂർപ്പണകെ പോലെ ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് നടത്താതെ നീ വന്ന വഴിയെ പോവാൻ നോക്ക്. എന്റെ പാർവതി ഈ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു. നീ ഈ കുടുംബം ശിഥിലമാക്കാനേ എന്താ മാർഗവും ചിന്തിക്കുന്നു. അതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരുടെയും മനസ്സ് വായിക്കാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കരുത്. അതൊന്നേ നല്ലതിനാവില്ല. ജാസ്മിൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അത് നമുക്ക് കാണാം. കാണാം. പാർവതിയെ തലയിൽ എടുത്തു വെച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്ന ഒരു ദിവസം വിശാലിന് വരും. അന്ന് വിശാലെ സമസ്ത അപരാധവും പറഞ്ഞ് എന്റെ മുന്നിൽ വരും. അതിന് വിശാല് 100 ജന്മം ജനിക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാണാം. ഞാൻ ശൂർപ്പണകയാണത്രേ, ശൂർപ്പണക. പാർവതി ദേവലോക സുന്ദരി. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ല. വിശാലും അവളും എന്നെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പാർവതി എന്ത് കൈവശം കൊടുത്തിട്ടാണാവോ വിശാലിന് ഇങ്ങനെ അവളുടെ സാരിത്തുമ്പൽ കെട്ടിയിടുന്നത്? ഇപ്പൊ അവള് പറയുന്നത് എന്തും അവൻ അനുസരിക്കുന്ന ഗതിയാ. ഇനി ഇതിങ്ങനെ വെച്ച് പുലർത്താൻ പറ്റില്ല. അവളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതിനൊരു വഴി കണ്ടെത്തണം. എന്താ ഇത്? നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? വിപിൻ സാറേ, ഈ കാണിച്ചത് മഹാമോശമായി പോയി. മഹാമോശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.